വെൽക്കം ബാക്ക് ടു മാജിക് മൂവി എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി 2016 ഇറങ്ങിയ ട്രെയിൻ ടു ബുസാൻ എന്ന കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. സോംബി മൂവികളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണിത്. ഇനി സ്റ്റോറിയിലോട്ടൊന്ന് പോയാലോ? കഥയുടെ തുടക്കത്തിൽ ഒരു ഓപ്പൺ വാനുമായി ഒരാൾ റോഡിലൂടെ പോകുമ്പോൾ വണ്ടികളെ ചെക്ക് ചെയ്യുന്നതും സാൻഡ് ചെയ്യുന്നതും കാണുന്നുണ്ട്. ഈ പോയിക്കൊണ്ടിരുന്ന വാനും അവർ കൈകാണിച്ചു നിർത്തി. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പോൾ തന്നെ ആ വണ്ടി ചെക്ക് ചെയ്ത് അവരങ്ങ് വിട്ടു. അങ്ങനെ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അയാൾക്കൊരു കോള് വന്നു. അയാൾ അത് എടുക്കാനായി കൈമാറ്റിയപ്പോഴത്തേക്കും അയാളുടെ വണ്ടി എന്തിലോ വന്നിടിച്ചു. പെട്ടെന്ന് തന്നെ അയാൾ അത് നിർത്തി പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു മാനിനെയായിരുന്നു അയാൾ ഇടിച്ചത്. ആ മാൻ അവിടെ ചത്തു കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടിയുടെ ടയറിനടിയിൽ ഫുള്ളും ആ മാനിന്റെ രക്തമായിരുന്നു. അത് നോക്കിയിട്ട് ദേഷ്യത്തോടെ അയാൾ വീണ്ടും വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ മാൻ അവിടെ നിന്ന് എണീക്കുന്നതാണ്. ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അത്. അടുത്ത് കാണിക്കുന്നത് കഥയിലെ നായകനായ സിയോക്കിനെയാണ് കാണിക്കുന്നത്. സിയോക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ജോലിക്ക് മാത്രം ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അയാളുടെ ഭാര്യയും അയാളുടെ കൂടെ ഇല്ല. ഇപ്പോൾ സിയോക്കിന്റെ കൂടെ സുവാൻ എന്ന അയാളുടെ മകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് സുവാന്റെ ബർത്ത്ഡേ ആണ്. അതിനാൽ ഇന്ന് അമ്മയെ കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് സുവാന് സിയോക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നത്തെ പോലെ ഇന്നും കമ്പനിയിൽ നിന്ന് ഇറങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. ആ ടൈമിലായിരുന്നു സിയോക്കിന്റെ വൈഫ് സിയോക്കിനെ വിളിച്ചിട്ട്, ഞാൻ മകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തുകൊണ്ട് മകളെ ഇത്രയും ടൈമായിട്ടും കൊണ്ടുവന്നില്ല? ആ സ്ത്രീ പറഞ്ഞു, എത്രയും പെട്ടെന്ന് മകളെ ബൂസാനിലേക്ക് കൊണ്ടുവരിക, എനിക്ക് അവളെ ഇന്ന് കണ്ടേ പറ്റുള്ളൂ. സിയോക്ക് വൈഫിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഇന്ന് തന്നെ അവളെ ബൂസാനിലേക്ക് കൊണ്ടുവരാം. സിയോക്ക് മകൾക്ക് ഗിഫ്റ്റുമായി വീട്ടിലേക്ക് വന്നു. അത് മകളുടെ കയ്യിൽ കൊടുത്തു. അത് നോക്കിയപ്പോഴായിരുന്നു എല്ലാ വർഷവും സിയോക്ക് കൊടുക്കുന്ന ഒരേ ഗിഫ്റ്റ് ആയിരുന്നു. അത് മനസ്സിലായ സിയോക്ക് പറഞ്ഞു, നാളെ മകളെയും കൊണ്ട് പുറത്തു പോയി വേറെ ഗിഫ്റ്റ് മേടിക്കാമെന്നു. ആ ടൈം കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടാൽ മതി, എൻ്റെ ജോലിയെല്ലാം തീർത്തിട്ട് നിന്നെ ഞാൻ അമ്മയോട് അടുത്ത് കൊണ്ടുപോകാം എന്ന് അയാൾ പറഞ്ഞു. ആ ടൈം സുവാൻ പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് നാളെ തന്നെ എൻ്റെ അമ്മയെ കണ്ടേ പറ്റുള്ളൂ. അച്ഛൻ എപ്പോഴും ജോലിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ലേ എന്ന് സുവാൻ അച്ഛനോട് ചോദിച്ചു. സിയോക്കിന് അത് കേട്ട് നല്ല വിഷമമായി. തൻ്റെ ജോലി തിരക്കുകൾ കാരണം തൻ്റെ കുടുംബത്തെ നോക്കാൻ പോലും അയാൾക്ക് പറ്റുന്നില്ലല്ലോ എന്നയാൾ സ്വയം ചിന്തിച്ചു. അങ്ങനെ അവർ ബൂസാനിലോട്ട് പോകാനായി ട്രെയിനിൽ കയറി. ഏതോ ഒരു സ്കൂളിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന ബേസ്ബോൾ ടീമും ട്രെയിനിലുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ എടുക്കാൻ സമയമായപ്പോൾ ഒരു കാലൊക്കെ മുറിഞ്ഞ ഒരു ലേഡി ഓടി വന്ന് ട്രെയിനിനകത്തോട്ട് കയറി. അവർ അതിനകത്തോട്ട് കയറുന്നത് ആരും കണ്ടില്ലായിരുന്നു. അങ്ങനെ സുവാൻ പുറത്തോട്ട് നോക്കിയിരുന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് ചാടിക്കടിക്കുന്നത് കണ്ടു. സുവാൻ പെട്ടെന്ന് അവളുടെ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ നല്ല ഉറക്കമായിരുന്നു. മൃദുമായി എത്തിയ ആ ലേഡി ടോയ്ലറ്റിൽ കയറി ഡോർ അടച്ചു. ആ ടൈമായിരുന്നു സുവാൻ ടോയ്ലറ്റിലോട്ട് പോയത്. അച്ഛൻ ഉറങ്ങുന്നത് കൊണ്ട് സുവാൻ അച്ഛനോട് പറഞ്ഞതുമില്ല. കുറേ നേരം ടോയ്ലറ്റിന്റെ വാതിൽ അടഞ്ഞിരിക്കുന്നത് കാരണം കണ്ടക്ടർ വന്നു അത് ചെക്ക് ചെയ്തു, ആരാണ് അതിനകത്ത് ലോക്കിട്ടിരിക്കുന്നതെന്ന് അറിയാനായി. ടോയ്ലറ്റിനകത്തിരുന്ന ആൾ വാതിലിന്റെ ലോക്ക് മാറ്റി. അവിടെ ഒരു പ്രാകൃതമായ ഒരാളിരിക്കുന്നതായിരുന്നു കണ്ടക്ടർ കണ്ടത്. അയാൾ അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മരിക്കും. ഇത് തന്നെയായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ പരിഭ്രാന്തനായിരുന്നു അയാൾ. സുവാൻ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടുള്ളൊരു ബാത്റൂമിലോട്ട് പോയി. അവിടെ ഉണ്ടായിരുന്ന ബാത്റൂം തുറക്കാനായി സുവാൻ കൈ നീട്ടിയപ്പോൾ പെട്ടെന്ന് സുവാന്റെ കയ്യിലോട്ട് ഒരാൾ കയറി പിടിച്ചു. അതായിരുന്നു കഥയിലെ മറ്റൊരു നായകൻ ഡോൺലി. ഈ കഥയിൽ ഡോൺലിയുടെ പേര് സാൻ എന്നാണ്. സുവാന്റെ കയ്യിൽ കയറി പിടിച്ച സാൻ പറഞ്ഞു, മോളെ, അകത്തുള്ളത് എൻ്റെ വൈഫാണ്, അവൾ പ്രഗ്നന്റ് ആണ്. മോൾ അപ്പുറത്തുള്ള ബാത്റൂമിലോട്ട് പോകാമോ? കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ സുവാൻ അവിടെ നിന്ന് അടുത്ത ബാത്റൂമിലോട്ട് പോകാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു നേരത്തെ ബാത്റൂം കയറി വാതിലടച്ച ആ ലേഡി വിറച്ച് ബാത്റൂമിന്റെ പുറത്തേട്ട് വരികയായിരുന്നു. ആ സമയം ട്രെയിനിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡി ഈ കാഴ്ച കണ്ടു. അവർ കൂടെയുള്ളവരെ അപ്പോൾ തന്നെ വിവരം അറിയിച്ചു. ആ സമയത്ത് സിയോക്ക് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മകൾ അടുത്തില്ല. അടുത്ത സീനിലായിരുന്നു കാലുകളിൽ മുറിവ് പറ്റിയ ആ ലേഡി ട്രെയിനിൽ ജോലി ചെയ്യുന്ന ആ ലേഡിയുടെ പുറത്ത് ചാടിക്കയറി കടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ബേസ്ബോൾ ടീം. അവിടെ എന്താ നടക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. പെട്ടെന്നായിരുന്നു ആ ലേഡിയും സോംബിയായി മാറിയത്. രണ്ടുപേരും ഇവരെ എല്ലാവരെയും കടിക്കാൻ തുടങ്ങി. കടി കിട്ടിയ ഓരോരുത്തരും സോംബിയായി മാറാൻ തുടങ്ങി. സിയോക്ക് ആ സമയമായിരുന്നു മകളെയും തേടി ബാത്റൂമിന്റെ അങ്ങോട്ട് വന്നത്. ആ സമയം അയാൾ കാണുന്നത് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിരുന്നു. സിയോക്ക് ഒന്ന് പേടിച്ചെങ്കിലും ഈ കാഴ്ച കണ്ട സിയോക്കിന് കാര്യം മനസ്സിലായി. സിയോക്ക് പെട്ടെന്ന് തന്നെ തന്റെ മകളെയും എടുത്ത് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. സോംബികൾ അവരുടെ പിന്നാലെ വരാൻ തുടങ്ങി. ആ സമയത്ത് സാൻ ഡോറിൽ മുട്ടുകയായിരുന്നു. വൈഫിനോട് പെട്ടെന്ന് ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങൂ, ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ സാന്റെ ഭാര്യ പുറത്തിറങ്ങി. ആ സമയം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സോംബികൾ ഓടി വരുന്നതായിരുന്നു. അവർ അത് കണ്ട് ഞെട്ടി. രക്ഷപ്പെടാനായി മുന്നോട്ട് ഒരു അച്ഛനും മകളും വരുന്നതും അവർ കണ്ടു. സാനിനെ കടിക്കാൻ വന്നവരെല്ലാം സാൻ അടിച്ചിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. സാൻ സോംബികളെല്ലാം അടിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായി. ആ സമയം സിയോക്കും മകളും കൂടെ ഒരു ബോഗിയിലോട്ട് ഇടിച്ചു കയറി. ആ ബോഗിയിലെ ആരും സോംബികൾ കടിച്ചിട്ടില്ലായിരുന്നു.
ആ ബോഗിയിൽ ദുഷ്ടനായിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് കെയ്ൽ എന്നായിരുന്നു. ആ സമയം ആ ബോഗിയിൽ ഒരു അനൗൺസ്മെന്റ് വന്നു, അടുത്ത സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിൽക്കേണ്ടതാണ്. പക്ഷേ ഈ പ്രശ്നം കാരണം അടുത്ത സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിൽക്കത്തില്ല. ഇത് കേട്ട കെയ്ൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. എനിക്കിതിനകത്ത് നിന്ന് പുറത്തു പോയേ പറ്റൂ, ഇവിടെ മനുഷ്യനെ തിന്നുന്ന രാക്ഷസന്മാരുണ്ട് എന്നയാൾ അലറി. ആ സമയം സിയോക്കിന് അമ്മയുടെ കോൾ വന്നു. അത് അയാൾ അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് അമ്മ പറഞ്ഞു, എന്നെ ഒരാൾ കടിച്ചു, എനിക്ക് ഒട്ടും വയ്യ മോനെ, മോൻ സുഹാനയോട് പറയണം, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അപ്പോൾ സിയോക്ക് ചോദിച്ചു, അമ്മേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ ഫോൺ കട്ടായി. അമ്മയ്ക്കും സോംബിയുടെ ആക്രമണം വന്നു എന്ന് സിയോക്കിന് മനസ്സിലായി. സുഹാൻ ചോദിച്ചു, അമ്മമ്മയാണോ വിളിച്ചത്? അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അയാൾക്ക് സുഹാനയോട് ഒന്നും പറയാൻ പറ്റിയില്ല. അയാൾ പറഞ്ഞു, മോൾ ഇവിടെ ഇരിക്കൂ. അപ്പോഴേക്കും അടുത്ത സ്റ്റേഷനെത്തി. അടുത്ത സ്റ്റേഷനിലെ കാഴ്ച കണ്ട് അവർ അമ്പരന്ന് പോയി. എന്തുകൊണ്ട് നന്നായി എന്ന് അവർക്ക് മനസ്സിലായി. ഈ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയില്ലല്ലോ. അവിടെ ഫുള്ളും സോംബികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഓരോരുത്തരായി വരുന്ന ട്രെയിനിൽ മുട്ടാൻ തുടങ്ങി. അവരെ സോംബികൾ കടിച്ചിട്ടില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ട്രെയിൻ നിർത്തിയില്ല. ഓരോ സോംബികൾ വന്ന് അവരെ കടിച്ചുകൊണ്ടേയിരുന്നു. ഈ കാഴ്ചകൾ കണ്ട് സുഹാൻ നന്നായി പേടിച്ചു. സിയോക്ക് അവളുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ഈ സമയം സുഹാൻ ബുസാനിലുള്ള തൻ്റെ അമ്മയെ വിളിക്കാൻ നോക്കുന്നു. ആ സമയം കോള് കിട്ടുന്നില്ല. സിയോക്ക് പറഞ്ഞു, അമ്മ ഉടൻ തന്നെ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞ് സുഹാനെ സമാധാനപ്പെടുത്തി. പക്ഷേ സിയോക്ക് വിളിച്ചിട്ടും ഭാര്യ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരു ചേച്ചിയും അനുജത്തിയും. അവർക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ആ സമയത്ത് സുഹാനയുടെ അടുത്തായിരുന്നു അവർക്ക് സീറ്റ് കിട്ടിയത്. ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ അവരുടെ അനുജത്തിയെ പിടിച്ച് അവിടെ ഇരുത്തി. ഇത് കണ്ട സുഹാൻ ആ സീറ്റ് മാറ്റിക്കൊടുത്തു. ആ ചേച്ചിയോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ആ സമയം സാൻ വന്ന് സുഹാനോട് സംസാരിക്കാൻ തുടങ്ങി. സാനിന്റെ വൈഫിനോട് സുഹാൻ ചോദിച്ചു, ചേച്ചിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ? അവർ പറഞ്ഞു, അതെ. അവർ സുഹാനയ്ക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു. സുഹാൻ അവരുടെ വയറിൽ കൈവച്ചു നോക്കി. കുഞ്ഞ് അനങ്ങുന്നുണ്ടോ നോക്കി. കുഞ്ഞ് അനങ്ങി. ഇത് കണ്ട് 3 പേർക്ക് സന്തോഷമായി. അങ്ങനെ ഒരു സ്റ്റോപ്പിൽ ട്രെയിനിൽ നിർത്തി. ആ സമയം അവരവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. അവർ ഓരോരുത്തരായി പുറത്തിറങ്ങാൻ തുടങ്ങി. ഒരു ബോഗി നിറച്ചും സോംബികളായിരുന്നു. ആ സമയം കെയ്ൽ ഓടി വന്ന് ട്രെയിൻ ജീവനക്കാരനോട് എത്രയും പെട്ടെന്ന് ബുസാനിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അയാൾ ഒരു സ്വാർത്ഥനായ മനുഷ്യനായിരുന്നു. അത് മൈൻഡാക്കാതെ ഓഫീസർ ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കാനായിട്ട് മുന്നോട്ട് പോയി. അത് കെയ്ലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയവരെല്ലാവരും സ്റ്റേഷൻ വഴി പുറത്തിറങ്ങുന്ന സമയത്ത് സാനും വൈഫും എല്ലാം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു കുറെ പട്ടാളക്കാർ അവിടെ നിൽക്കുന്നത് അവർ കണ്ടത്. ആ പട്ടാളക്കാരെല്ലാം സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവരെ ആക്രമിക്കാനായി പട്ടാളക്കൂട്ടമായ സോംബികൾ മുന്നോട്ട് വന്നു. പെട്ടെന്നായിരുന്നു സിയോക്കിന് ഒരു കോൾ വരുന്നത്. ആ കോൾ എടുക്കാനായി സിയോക്ക് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ സുഹാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയായിരുന്നു. സിയോക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സുഹാൻ അടുത്ത് കുറേ സോംബികൾ എത്തിയിരുന്നു. സുഹാനെ കടിക്കാനായി മുന്നോട്ട് വരികയായിരുന്നു. സിയോക്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയം സാൻ വന്ന് സോംബികളെ എല്ലാം ഇടിച്ചിട്ട് സുഹാനെ രക്ഷപ്പെടുത്തി. ഈ സമയം സിയോക്കിന്റെ പുറത്ത് ഒരു സോംബി ചാടിക്കയറി. സിയോക്ക് കയ്യിലുണ്ടായിരുന്ന ബുക്ക് എടുത്ത് സോംബിയുടെ വായിൽ വെച്ചു. ആ സമയം ആ ഭിക്ഷക്കാരൻ ഓടി വന്ന് അയാളുടെ കോട്ടൂരി സോംബിയുടെ തലയിലിട്ട്. പെട്ടെന്ന് സോംബിക്ക് പിടികിട്ടു. അങ്ങനെ സിയോക്ക് രക്ഷപ്പെട്ടു. ആ സമയം ഒരു വാതിൽ കണ്ടു. എല്ലാവരും അതുവഴി രക്ഷപ്പെടാൻ തുടങ്ങി. ബാക്കിയുള്ളവർ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ചേച്ചിയും അനുജത്തിയുമായ 2 പേർ അവരുടെ മുന്നിലോട്ട് സോംബികൾ വന്ന് ചാടി. അങ്ങനെ 2 പേര് 2 സൈഡിലായി. സാന്റെ ഭാര്യ സുഹാനും എല്ലാവരും രക്ഷപ്പെട്ട് ഒരു ബോഗിയിലോട്ട് കയറി. ആ സമയത്തായിരുന്നു ആ ഭിക്ഷക്കാരൻ ഓടി വന്ന് അതിനകത്ത് കൈവച്ചു. അവർ ആ ഭിക്ഷക്കാരനെയും അതിനകത്ത് കയറ്റി. കെയ്ൽ അങ്ങനെ ട്രെയിൻ ജീവനക്കാരോട് വഴക്കുകൂടാൻ തുടങ്ങി. ബാക്കിയുള്ളവരെല്ലാം മരിച്ചോട്ടെ എന്നായിരുന്നു അയാളുടെ പറച്ചിൽ. പെട്ടെന്ന് ട്രെയിൻ എടുക്കാൻ വേണ്ടി അയാൾ ബഹളം വെച്ചു. അയാൾക്ക് തന്നെ രക്ഷപ്പെടണം എന്ന് മാത്രമായിരുന്നു ചിന്ത. ട്രെയിൻ ജീവനക്കാരൻ ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ട്രെയിൻ ജീവനക്കാരനെ ഇയാൾ ഭീഷണിപ്പെടുത്തി. ഡ്രൈവറോട് വണ്ടി എടുക്കാനായി ട്രെയിൻ ജീവനക്കാരൻ ആവശ്യപ്പെട്ടു. 2 സിസ്റ്റർമാരായവർ 2 സ്ഥലത്തായി. അവർ 2 പേരും പരസ്പരം എവിടെയാണെന്നറിയാതെ വിഷമിച്ചു. ജീവനോടെ ഉണ്ടാവുമോ എന്ന് പോലും അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സിയോക്കും സാനും നോക്കുമ്പോൾ ട്രെയിൻ മുന്നോട്ടെടുത്തു. ട്രെയിനിന്റെ ബാക്കെ അവർ ഓടാൻ തുടങ്ങി. ബേസ്ബോൾ ടീമിലുള്ള മിൻ യങ് എന്നൊരു പയ്യനായിരുന്നു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവനെയും കൂട്ടിയായിരുന്നു ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സിയോക്ക് നേരെ ട്രെയിനിനകത്തോട്ട് കയറി. മിന്നി എങ്ങനെയും കയറ്റി. സാനിന്റെ മുന്നിലും പിന്നിലും സോംബികളായിരുന്നു. സാൻ പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ വടിയും ഷീൽഡും ഉപയോഗിച്ച് എല്ലാ സോംബികളെയും അടിച്ചു വീഴ്ത്തി. അവൻ നേരെ ട്രെയിനിലോട്ട് ഓടിക്കയറി. അങ്ങനെ സിയോക്കും മിന്നങ്ങും സാനും ഒരു ബോഗിയിലായി. വയസ്സായ ചേച്ചിമാരിൽ ഒരാളും സുഹാനും സാന്റെ വൈഫും ആ പ്രാകൃത വേഷക്കാരനും കയറിയത് ഒരു ബോഗിയിലായിരുന്നു. ആ ബോഗിയിൽ ഫുള്ളും സോംബികളായിരുന്നു. അവർ 4 പേരും കൂടെ പതുക്കെ നടന്നു. അതിനടുത്തുള്ള ഒരു ബാത്റൂമിലോട്ട് കയറി. അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ വാതിലടയ്ക്കുന്ന സൗണ്ട് കേട്ടതും അവിടെ നിന്ന സോംബികൾ ഓടിക്കയറാൻ തുടങ്ങി. അവരെങ്ങനെയോ ഒരു വിധത്തിൽ ആ ഡോർ അടച്ചു. മറ്റൊരു ബോഗിയിൽ ബേസ്ബോളിലെ ചീറപ്പ് ഗേളായ ജിൻവി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ എല്ലാവരെയും ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ആരെങ്കിലും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ സുഹൃത്തായിരുന്നു മിൻ യങ്. അവനും ജീവനോടെ ഉണ്ടോ എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ജിൻഹി മിൻ യങ്ങിനെ വിളിക്കുന്ന സമയത്ത് അവൻ ഫോൺ എടുത്തു.
അവൻ പറഞ്ഞു, ബാക്കി എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, എല്ലാവരും മരിച്ചുപോയി. അവനാകെ പേടിച്ച് കരയുകയായിരുന്നു. സിയോക്ക് തന്റെ മകളെ വിളിച്ചു. മകളെ കിട്ടുന്നില്ല, അവൾ സേഫാണോ എന്നൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. അയാൾ ആകെ പേടിച്ചു. സാൻ അയാളുടെ വൈഫിനെ വിളിച്ചപ്പോൾ അവർ കോൾ എടുത്തു. അപ്പോൾ അയാൾ ചോദിച്ചു, നീ എവിടെയാണ്? നീ സേഫാണോ? ഞാൻ സേഫാണ്, എൻ്റെ കൂടെ സുഹാനുണ്ട്, വേറെ 2 പേരും കൂടെ ഉണ്ട്. ഞാൻ 13-ാം നമ്പർ ബോഗിയിലാണ്. ഞങ്ങളൊരു ബാത്റൂമിലാണ്, പുറത്ത് മൊത്തം സോംബികളാണ്. ഞങ്ങളെ പെട്ടെന്ന് വന്ന് രക്ഷിക്കാൻ നോക്കൂ എന്നവർ പറഞ്ഞു. സാൻ പറഞ്ഞു, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും, രക്ഷിക്കുകയും ചെയ്യും. സിയോക്ക് ചോദിക്കും, നിങ്ങളുടെ വൈഫ് എന്തു പറഞ്ഞു? സുഹാൻ അവരുടെ കൂടെ ഉണ്ടോ? അവർ സേഫാണോ? അവർ ഇപ്പോൾ സേഫാണ്. സാൻ പറയും, നമ്മൾ ഉടനെ തന്നെ 13-ാം നമ്പർ ബോഗിയിൽ എത്തണം. സിയോക്കും സാനും മിനി എങ്ങും കൂടെ 13-ാം നമ്പർ ബോഗിയിലോട്ട് പോകാനായി ഒരുപാട് ബോഗികൾ കടന്നു പോവേണ്ടിയുണ്ട്. അവർക്ക് പോകേണ്ട ബോഗികൾ ഫുള്ളും സോംബികളാണ്. അവർ ആ സോംബികളെ കടന്നു വേണം മുന്നോട്ട് പോകാനായി. ജിൻവിയും കെയിലും നിൽക്കുന്നത് 15-ാം നമ്പർ ബോഗിയിലായിരുന്നു. ഇവർ 3 പേര് നിൽക്കുന്നത് നമ്പർ 9-ലായിരുന്നു. സുഹാനുള്ള 13-ാം നമ്പറിലേക്ക് പോകാനായി 4 ബോഗികൾ കടന്നു വേണം ഇവർക്ക് മുന്നോട്ട് പോയി അവരെ രക്ഷിക്കാൻ. സാൻ പറഞ്ഞു, ഞാൻ മുൻപിൽ പോവാം, നിങ്ങൾ 2 പേരും എൻ്റെ ബേക്കേ വരിക. ആ ട്രെയിൻ ഒരു ടണലിലേക്ക് കടക്കാൻ തുടങ്ങി. ബോഗി ഫുള്ളും ഇരുട്ടായി. ബോഗി നമ്പർ 10-ലുള്ള സോംബികളും ഇവരും തമ്മിൽ നല്ല ഫൈറ്റ് ആവും. ആ സോംബികളെല്ലാം അടിച്ചിട്ട് അവർ ബോഗി നമ്പർ 11-ലെത്തി. ആ ബോഗിയിലെത്തിയപ്പോൾ മിന്യങ് പകച്ചുപോയി. അവിടെ സോംബികളായി മാറിയതെല്ലാം മിന്യങ്ങിന്റെ സുഹൃത്തുക്കളായിരുന്നു. മിന്യങ്ങിന് അവരെ ഒന്നും ഉപദ്രവിക്കാൻ തോന്നിയില്ല, കാരണം അവരെല്ലാവരും അവരുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവൻ ആകെ പകച്ചു നിന്നുപോയി. സിയോഗും സാനും പറ്റുന്നതുപോലെയൊക്കെ സോംബികളെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ട്രെയിൻ അതിന്റെ അടുത്ത ടണലിലേക്ക് എത്തിയത്. സോംബികൾ ആക്രമിക്കുന്നത് നിർത്തി. ഇരുട്ടാവുന്ന സമയത്ത് സോംബികൾക്കൊട്ടും കണ്ണു കാണാൻ പറ്റില്ലായിരുന്നു. ഈ കാര്യം അവർക്ക് മനസ്സിലായി. ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും സോംബികൾ വന്ന് ഉപദ്രവിക്കും. സിയോക്ക് പതുക്കെ അവിടെ കിടന്നൊരു ബോൾ എടുത്ത് ഒരു സൈഡിലോട്ട് എറിഞ്ഞു. ആ സൈഡിലോട്ട് എല്ലാ സോംബികളും ഓടിയെത്തി. ആ സമയം ഇവർ ഓടി 12-ാം നമ്പർ ബോഗിയിലെത്തി. ബോഗി നമ്പർ 12-ലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് അകത്തോട്ട് നോക്കിയപ്പോൾ 11-ൽ ഉള്ളതിനേക്കാളും കൂടുതൽ സോംബികളായിരുന്നു 12-ലുള്ളത്. ആ സമയം ട്രെയിൻ ടണലിലൂടെ പോകാൻ തുടങ്ങി. സിയോക്ക് സാന്റെ ഫോൺ വാങ്ങി തന്റെ നമ്പർ സേവ് ചെയ്തു. ആ ഫോൺ കുറച്ച് മുന്നോട്ട് എറിഞ്ഞു. ആ ഫോണിലോട്ട് കോൾ ചെയ്തു. സൗണ്ട് കേട്ട സൈഡിലോട്ട് സോംബികളെല്ലാം ഓടിക്കൂടി. 3 പേരും കൂടെ 13-ാം നമ്പർ ബോഗിയിലെത്തി. ഡോർ അടച്ചു. അവിടെയുള്ള ബാത്റൂമിലായിരുന്നു സാന്റെ ഭാര്യ ഉള്ളത്. സാൻ പറഞ്ഞു, ഞങ്ങൾ വന്നു, വാതിൽ തുറക്കൂ. അവർ വാതിൽ തുറന്നു. അയാളെ കണ്ട് സങ്കടത്തോടെ കരഞ്ഞു. പെട്ടെന്ന് ടണൽ മാറി വെളിച്ചം വന്നു. സോംബികളെല്ലാം ഇവരെ കണ്ടു. അവർ 3 പേരും ഓപ്പോസിറ്റുള്ള ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. ഇനി അടുത്ത് അവർക്ക് ചെയ്യാനുള്ളത് ബോഗി നമ്പർ 13-ൽ നിന്നും നേരെ 15-ലോട്ട് എത്തണം. അവിടെയാണ് കെയിലും ബാക്കിയുള്ളവരും ഉള്ളത്. ബോഗി നമ്പർ 14 നല്ല നീളമുള്ളതും അത് നിറച്ച് സോംബികളുമായിരുന്നു. ജിൻഹിക്ക് മിൻയങ് മെസ്സേജ് അയച്ചു. ഇനി ഒരു ബോഗിയും കൂടെ കടന്നാൽ അവരവിടെ എത്തും. ഈ മെസ്സേജ് കണ്ട് അവൾക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു, എന്റെ കൂട്ടുകാരെല്ലാവരും രക്ഷപ്പെട്ടു, അവർ ഉടനെ തന്നെ ഇവിടെ എത്തും. കെയിൽ പറയും, അത് പറ്റത്തില്ല, അവരെ ഇവിടെ കയറ്റില്ല എന്ന് അയാൾ വാശി പിടിക്കും. അവരെ എല്ലാവരും സോംബികൾ കടിച്ചതായിരിക്കും, അവരെ ഇങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ ബഹളം വെച്ചു. നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെയുള്ള പാവങ്ങളെ നിനക്ക് കൊല്ലണോ എന്ന് ചോദിച്ചു. സിയോക്കും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് 14-ൽ നിന്നും 15-ലോട്ട് പോകാനായി ഇറങ്ങി. ആ സമയം ട്രെയിൻ ടണലിലൂടെ പോകാൻ തുടങ്ങി. എല്ലാവരും നിൽക്കുന്നതിന്റെ മുകളിൽ കിടക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലൂടെ അപ്പുറത്തെ സൈഡിൽ കടക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. അവരെല്ലാവരും കൂടെ സൗണ്ട് ഉണ്ടാക്കാതെ മുകളിലൂടെ അപ്പുറത്തെ സൈഡിൽ കടക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ സിയോക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാഗ് എടുത്ത് കുറച്ച് പിന്നിലോട്ട് എറിഞ്ഞു. പതുക്കെ എല്ലാവരും ഇറങ്ങി 15-ലോട്ട് നടന്നു. ആ പ്രാകൃത വേഷത്തിൽ വന്ന അയാൾ മാത്രമായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അയാൾ താഴെ ഇറങ്ങിയതും പെട്ടെന്ന് സ്ലിപ്പായി താഴെ വീണു. ബാക്കി എല്ലാവരും ഇപ്പുറത്ത് കടന്നു. സോംബികൾ സൗണ്ട് കേട്ടി തിരിഞ്ഞു നോക്കി. അയാൾ പേടിച്ചു മിണ്ടാതിരുന്നു. ഇത് കണ്ട സിയോക്ക് അയാളെ രക്ഷപ്പെടുത്താനായി മുന്നോട്ട് പോയി. സിയോക്ക് അവിടെ എത്തിയതും ടണൽ കഴിഞ്ഞു. ഈ 2 പേര് സീറ്റിന്റെ 2 സൈഡിലായിട്ട് ഒളിച്ചിരുന്നു. സിയോക്ക് അയാളോട് പറഞ്ഞു, ഞാൻ 3 വരെ എണ്ണും, ആ സമയം ഇവിടെ നിന്ന് ഓടണം. പക്ഷേ സിയോക്ക് 1 2 3 എന്ന് എണ്ണുമ്പോഴേക്കും അയാൾ ഇറങ്ങി ഓടുന്നതും അയാളുടെ ഷൂ കയറി ഒരു ക്യാനിൽ ചവിട്ടും. ആ സൗണ്ട് കേട്ട് സോംബികളെല്ലാം ഈ ഭാഗത്തേക്ക് നോക്കും. സിയോക്ക് അയാളും കൂടെ ഓടാൻ തുടങ്ങി. ഇപ്പുറ സൈഡിലുള്ള ആ ഗ്യാപ്പിൽ വന്ന് കയറും. സാൻ പെട്ടെന്ന് ഡോർ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സോംബികളെല്ലാം ഡോറിൽ വന്ന് തള്ളും. ഈ സമയം മിനിയങ് 15-ാമത്തെ ഡോറിൽ ചെന്ന് വിളിക്കും. എല്ലാവരെയും വിളിക്കുമ്പോൾ ആരും ഡോർ തുറക്കത്തില്ല. അവൻ ഉടൻ തന്നെ ജിൻഹിയെ ഫോൺ വിളിക്കും. അവൾ ഫോൺ എടുക്കത്തില്ല. 15-ാം നമ്പർ ബ്ലോക്കിലെ എല്ലാവരും അകത്തു നിന്ന് തന്നെ ലോക്ക് ചെയ്ത് ഇവരെ അകത്ത് കയറ്റാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയായിരുന്നു. ജിൻഹിയെ അവർ തടഞ്ഞു വെച്ചിരുന്നു. സാൻ ഡോറിൽ തന്നെ കൈ അമർത്തി നിൽക്കുകയായിരുന്നു. കൈ എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ സോംബികളെല്ലാം അകത്ത് കയറും. 15-ാം നമ്പർ ബോഗി തുറന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാനായി പറ്റുകയുള്ളൂ. 15-ാം നമ്പർ ബോഗിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. സാനിന് മാത്രം ഒറ്റയ്ക്കായി ആ ഡോർ അടച്ചു പിടിക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയം സിയോക്ക് ചെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ബാറ്റ് ഉപയോഗിച്ച് സോംബികളെ അടിച്ചു വീഴ്ത്താൻ തുടങ്ങി. 14-ാം നമ്പർ ഡോറിന്റെ വാതിൽ സാൻ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. ആ സമയം പെട്ടെന്നൊരു സോംബി വന്ന് സാന്റെ കയ്യിൽ കടിച്ചു. ഇത് കണ്ട സിയോക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. സോംബിയുടെ കടി കൊണ്ട ആൾ പെട്ടെന്ന് തന്നെ സോംബി ആവുന്ന സിയോക്കിന് അറിയാമായിരുന്നു. സോംബിയുടെ കടിയേറ്റ സാൻ തളരാൻ തുടങ്ങി. സാന് തന്നെ മനസ്സിലായി താൻ അധികം വൈകാതെ സോംബി ആവുമെന്ന്. ഈ സമയം മിനിയങ് 15-ാം നമ്പർ ഡോർ അടിച്ചു പൊട്ടിച്ചു. അതിനകത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ കെയിൽ അവനെ തടുക്കാൻ നോക്കി. ആ സമയം ജിൻഹിയ വന്ന് മിൻയങ്ങിനെ അകത്ത് കയറ്റാൻ മാക്സിമം ശ്രമിക്കുകയായിരുന്നു. ആ സമയമാണ് വയസ്സായ ചേച്ചിയെ ഇപ്പുറ സൈഡിൽ ഇരുന്ന് അനുജത്തി കണ്ടത്. അവർക്ക് ഭയങ്കര വിഷമമായി, കാരണം ചേച്ചിയെ അകത്ത് കയറ്റാൻ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് സുഹാൻ നന്നായിട്ട് വിഷമിക്കുകയായിരുന്നു. ഇവിടെ തന്റെ അച്ഛൻ സോംബികളുമായി അടികൂടുന്നു. മനുഷ്യർ തന്നെ മനുഷ്യരെ രക്ഷിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതെല്ലാം കണ്ട് സുഹാൻ കരയാൻ തുടങ്ങി.
ആ സമയം സാൻ്റെ വൈഫ് സാനിനടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരരുത്. സാൻ സിയോക്കിനോട് പറഞ്ഞു, തൻ്റെ ഭാര്യയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവൾ പ്രഗ്നൻ്റ് ആണ്, അവളെ രക്ഷപ്പെടുത്തണം. ബുസാനിൽ എത്തുന്നത് വരെയെങ്കിലും നീ അവളെ കൂടെ ഉണ്ടാവണം. എൻ്റെ ശരീരം എപ്പോൾ വേണോ തളർന്നു പോകും. എനിക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ. ഞാൻ എപ്പോൾ വേണോ സോംബിയാവും. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സിയോക്കിനോട് സാൻ പറഞ്ഞു. എൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് പോകാൻ നോക്ക്. സാൻ്റെ അവസ്ഥ കണ്ട് സിയോക്കിന് ശരിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ കരയാൻ തുടങ്ങി. അയാൾ സ്വയം സോംബിയാവുമെന്ന് അറിഞ്ഞിട്ടും അയാൾ ഭാര്യയെയും ബാക്കിയുള്ളവരെയുമാണ് രക്ഷിക്കാൻ നോക്കുന്നത്. സാൻ്റെ വൈഫിനെ കൊണ്ട് സിയോക്ക് പോകാൻ ഒരുങ്ങി. സാൻ്റെ വൈഫ് എത്ര പറഞ്ഞിട്ട് സിയോക്കിനോട് പോകാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. തൻ്റെ ഹസ്ബൻഡ് സോംബിയായി കൊണ്ടിരിക്കുന്നത് അവർ കാണുകയായിരുന്നു. നമ്മുടെ കുഞ്ഞിന് വേണ്ടി നീ ഇവിടെ നിന്ന് പോകണം എന്ന് സാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനമായി സാൻ ഒന്നുകൂടെ പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനിടേണ്ട പേര് ഞാൻ പറയാം, മിൻസു എന്ന് പേരിടണമെന്ന് അയാൾ പറഞ്ഞു. നമ്മുടെ കുഞ്ഞിന് ഈ ഒരു പേര് തന്നെ മതി, അതെനിക്ക് ഇഷ്ടമാണ്. ഈ സമയം സാൻ പിടിച്ചിരുന്ന വാതിലും തകർത്തുകൊണ്ട് സോംബികളെല്ലാം അകത്തേക്ക് കയറി. എന്നിട്ടും സാൻ മാക്സിമം ഇവരെ രക്ഷിക്കാൻ വേണ്ടി സോംബികളെ അടിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ഭർത്താവിനെ സോംബികൾ കൊല്ലുന്നത് അവർക്ക് കാണേണ്ടി വന്നു. സിയോഗ് 15-ാം നമ്പറിന്റെ വാതിൽ തള്ളി തുറന്നു. സിയോഗ് എല്ലാവരും 15-ാം നമ്പർ ബോഗിയിലേക്ക് വലിച്ചു കയറ്റി. ആ സമയം വയസ്സായ ചേച്ചി മാത്രം ഉള്ളിലോട്ട് കയറാതെ പുറത്തു നിന്നു. ഒരുപക്ഷെ മനഃപൂർവ്വം നിന്നതാവാം. തന്നെ സോംബികൾ പിടിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഡോർ അടയ്ക്കാനുള്ള സമയം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടുണ്ടാവാം. അനുജത്തി നോക്കി നിൽക്കവേ ചേച്ചിയെ വന്ന് സോംബികൾ കടിച്ചു കൊന്നു. അവർക്കത് ഒരുപാട് സങ്കടമായി. കുറച്ച് സെക്കൻഡ് കൂടുതൽ കിട്ടിയത് കൊണ്ട് അവർക്ക് വാതിലടയ്ക്കാനും പറ്റി. ആ സമയം സിയോക്ക് പോയി കെയിലിനെ നന്നായിട്ട് അടിച്ചു. തൻ്റെ കൂടെ വന്ന് 2 പേരുടെ ജീവൻ പോവാൻ കാരണം ഇയാൾ ഒറ്റ ഒരാളായിരുന്നു. എന്തിനാ താൻ ഡോർ പൂട്ടിയത്? ഞങ്ങളെ അകത്ത് കയറ്റിയാൽ എന്തായിരുന്നു കുഴപ്പം? അതും പറഞ്ഞായിരുന്നു കെയിലിനെ സിയോ കടിച്ചത്. ആ സമയം കെയിൽ പറഞ്ഞു, ഇപ്പൊ വന്ന് എല്ലാവരെയും സോംബി കടിച്ചിട്ടുണ്ട്, ഇവരുടെയൊക്കെ കണ്ണ് ചുമന്നിരിക്കുകയാണ്. കെയിലിന്റെ കൂട്ടത്തുള്ളവരെല്ലാം അത് വിശ്വസിച്ചു. അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇപ്പോൾ വന്നവരെല്ലാം 16-ാം നമ്പർ ബോഗിയിലോട്ട് പോകണം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവർ സമ്മതിച്ചു. 15-ാം നമ്പർ ബോഗിയിലെ എല്ലാവരും കൂടെ ചേർന്ന് ഇവരെ എല്ലാം പുറത്താക്കി 16-ാം നമ്പറിലോട്ടാക്കി. ഇവർ ഒരിക്കലും തിരിച്ചു വന്നാൽ ഈ ഡോർ തുറക്കാതിരിക്കാൻ വേണ്ടി അവർ ബലമായി ഡോർ കെട്ടിവെച്ചു. ആ സമയം 15-ാം നമ്പർ ബോഗിയിലിരുന്നു കൊണ്ട് ചേച്ചി അനിയത്തിൽ അനുജത്തി ഇരുന്ന് പറഞ്ഞു, എന്തിനവൾ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി? പണ്ടേ അവൾക്ക് മറ്റുള്ളവരെ രക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു, അവൾക്ക് രക്ഷപ്പെടണമെന്നില്ലായിരുന്നു. അത് പറഞ്ഞ് അവർ പിറുപിറുത്തിരുന്നു. ഇവിടെ നിൽക്കുന്ന മനുഷ്യപ്പറ്റില്ലാത്തവർക്ക് വേണ്ടിയിട്ടായിരുന്നു അവൾ മരിച്ചത്. എനിക്കും എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോയാൽ മതി. ഞാൻ വരുവാ ചേച്ചി, എനിക്ക് ചേച്ചിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതും പറഞ്ഞ് അവർ സോംബികൾ ഉണ്ടായിരുന്ന വാതിൽ തുറന്നു. ബാക്കി എല്ലാവരും 16-ാം നമ്പർ വാതിലടയ്ക്കുന്ന ധൃതിയിലായിരുന്നു. 15-ാം നമ്പർ ബോഗിയിൽ സോംബികൾ കയറി എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. 16-ാം നമ്പർ ബോഗിയിൽ ഉണ്ടായിരുന്നവർ ഈ കാഴ്ച ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടായിരുന്നു. 16-ാം നമ്പർ ബോഗിയിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും നല്ല വിഷമത്തിലായിരുന്നു. സുവാനയോട് അച്ഛൻ പറഞ്ഞു, ഇന്ന് എന്ത് സംഭവിച്ചാലും മോളെ ഞാൻ അമ്മയുടെ അടുത്തെത്തിക്കും. അച്ഛന് പേടിയില്ലേ? അപ്പോൾ അയാൾ പറയും, മോളെ കാണാതിരുന്നപ്പോഴായിരുന്നു അച്ഛൻ പേടിച്ചത്. പക്ഷേ അച്ഛനെ കാണാതിരുന്നപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. അച്ഛനെ ഇനി കാണാൻ പറ്റില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഇനി ഒരിക്കലും അച്ഛൻ എന്നെ വിട്ട് ഒരിടത്തും പോകരുത്. സിയോക്ക് പറഞ്ഞു, ഞാൻ മോളെ വിട്ട് ഇനി ഒരിടത്തും പോകില്ല. അച്ഛൻ ഇനി ഒരിക്കലും മോളെ വിട്ട് ഒരിടവും പോകത്തില്ല എന്ന് അയാൾ വാക്കുകൊടുത്തു. ആ സമയം സിയോക്കിനൊരു ഫോൺ വരുന്നു. അയാൾ അതിൽ സംസാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു, അയാളുടെ കമ്പനിയിൽ നിന്നുണ്ടായ കെമിക്കൽ ലീക്ക് കാരണമാണ് ഈ വൈറസ് ഉണ്ടായതെന്ന് അയാൾക്ക് മനസ്സിലായി. സിയോക്കിന് അതും കൂടെ കേട്ടപ്പോൾ ആകെ വിഷമമായി. സ്വന്തം കുടുംബം പോലും മറന്ന് കമ്പനിക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു അയാൾ. പെട്ടെന്നായിരുന്നു ട്രെയിൻ നിന്നത്. ഡ്രൈവർ നോക്കുമ്പോൾ അവിടെ തീയും പുകയും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മുന്നോട്ട് വേറൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പാളം ബ്ലോക്കായി കിടക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഡ്രൈവർ അപ്പോൾ തന്നെ അനൗൺസ്മെന്റ് ചെയ്തു, വഴി ബ്ലോക്കാണ്, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വർക്കിംഗ് ആയ ഒരു ട്രെയിൻ കണ്ടുപിടിക്കണം. അതും പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി. അയാൾ അങ്ങനെ ഓരോ ട്രെയിനും ചെക്ക് ചെയ്തു. അവസാനം ഒരു വർക്കിംഗ് ട്രെയിൻ അയാൾ കണ്ടുപിടിച്ചു. ആ സമയം സിയോക്കും ബാക്കിയുള്ളവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ബോഗി നമ്പർ 15-ൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും മരിച്ചുപോയായിരുന്നു. കെയിലും ആ ട്രെയിൻ ജീവനക്കാരനും മാത്രം ബാത്റൂമിൽ കയറി ഡോർ അടച്ചു. അതിനാൽ അവർ 2 പേര് രക്ഷപ്പെട്ടു. ട്രെയിൻ നിന്ന സമയത്ത് ആ ദുഷ്ടനായ കെയിൽ ട്രെയിൻ ജീവനക്കാരെ പിടിച്ച് പുറത്താക്കി സോംബികൾക്ക് ഇട്ടുകൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. ആ സമയം സിയോക്കും കൂട്ടരും നടന്നു പൊയ്ക്കൊണ്ടിരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു കത്തിക്കരിഞ്ഞ ട്രെയിൻ വന്നുകൊണ്ടേയിരുന്നു. ആ ട്രെയിൻ വന്ന് ഇവരുടെ അടുത്തുണ്ടായിരുന്ന ട്രെയിനിനെ ഇടിച്ച് ഇവർ അതിനടിയിൽപ്പെട്ടു. പക്ഷെ ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു. ജിംഹിയും മിൻ എങ്ങും ഒരു സൈഡിലും ബാക്കിയുള്ളവർ ട്രെയിനിനടിയിലുമായി. പക്ഷേ ഭാഗ്യത്തിന് അവർക്ക് ഒന്നും സംഭവിച്ചില്ല. അവർ 2 പേരും ഡ്രൈവർ നിർത്തിയിട്ടേക്കുന്ന ട്രെയിനിൽ കയറാനായി ഓടാൻ തുടങ്ങി. ആ സമയം സോംബികൾ ഓട്ടിച്ചു വന്ന കെയിൽ തന്റെ മുന്നിൽ കണ്ട ജിംഹിയെ സോംബികളുടെ മുന്നിൽ ഇട്ടുകൊടുത്തു. സോംബികൾ ജിംഹിയെ കടിച്ചു. ഇത് മിന്യങ്ങിന് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് അവളെ എടുത്തു മടിയിൽ വെച്ചു. അവൾ സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ മിന്നി എങ്ങനെ കടിക്കുകയും അവൻ സോംബിയായി മാറുകയും ചെയ്തു. ആ സമയം മറു സൈഡിൽ സിയോക്ക് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. സുവാൻ തന്റെ അച്ഛനോട് എണീക്കാൻ പറഞ്ഞു കരയുകയായിരുന്നു. പെട്ടെന്ന് അയാൾക്ക് ബോധം വന്നു. അയാൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ച, അവരെ നോക്കി ആർത്തലയ്ക്കുന്ന സോംബികളായിരുന്നു അവൻ കണ്ടത്. മറിഞ്ഞു കിടക്കുന്ന ട്രെയിനിനടിയിലായിരുന്നു ഇവർ 4 പേരും. ട്രെയിനിനടിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അവർ ബ്ലോക്കായിരുന്നു. ആ സമയം കെയിലിനെ കുറെ സോംബികൾ ഓട്ടിക്കുകയായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലോട്ട് കയറാനായി ശ്രമിച്ചു. ഇത് കണ്ട ഡ്രൈവർ ട്രെയിൻ നിർത്തി കെയിലിനെ രക്ഷിക്കാനായി മുന്നോട്ട് വന്നു. ആ സമയം ദുഷ്ടനായ കെയിൽ ഡ്രൈവറെ പിടിച്ച് സോംബികൾക്ക് ഇട്ടുകൊടുത്തു. ആ സമയം തന്നെ കെയിലിനും കടി കിട്ടിയായിരുന്നു.
സോംബികൾ ഡ്രൈവറെ കടിച്ചു കൊന്നു. കടി കിട്ടിയ കെയിൽ നേരെ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനായി ശ്രമിച്ചു. ആ സമയം സിയോക്ക് പുറത്തിറങ്ങാനായി ശ്രമിക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കഴിയുന്നില്ലായിരുന്നു. ഒടുവിൽ സിയോക്ക് പുറത്തിറങ്ങി ഓരോരുത്തരെയെ പുറത്തിറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം ഇവരുടെ അടുത്തേക്ക് സോംബികൾ വരാൻ തുടങ്ങി. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ പ്രാകൃത വേഷക്കാരൻ സോംബികളുടെ അടുത്തേക്ക് മനഃപൂർവ്വം പോയി. ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനായിരുന്നു അയാൾ അത് ചെയ്തത്. നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞു അയാൾ സോംബികൾക്ക് മുന്നിൽ കീഴടങ്ങി. വിഷമത്തോടു കൂടിയാണെങ്കിലും അവർ 3 പേരും അവിടെ നിന്ന് പുറത്തിറങ്ങി. ബുസാനിലേക്കുള്ള ട്രെയിൻ ലക്ഷ്യമാക്കി അവർ മുന്നോട്ടോടി. അവർ ഓടിയൊരു ട്രെയിനിനടുത്തെത്തി. സിയോക്ക് ഓരോരുത്തരെയായി ട്രെയിനിൽ കയറ്റാൻ തുടങ്ങി. ആ സമയം ഒരു സോംബി വന്ന് ട്രെയിനിൽ പിടിച്ചു. അയാളെ പിടിച്ച് ബാക്കി ഒരുപാട് സോംബികൾ ബാക്കായി വന്നു തുടങ്ങി. അങ്ങനെ 100-ലധികം സോംബികളെയും വലിച്ചഴിച്ചുകൊണ്ടായിരുന്നു ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് കാരണം ട്രെയിനിന്റെ സ്പീഡ് കുറഞ്ഞു. ട്രെയിൻ സ്ലോവായി ഓടാൻ തുടങ്ങി. ആ സമയം ട്രെയിനിൽ പിടിച്ചിരുന്ന സോംബികളെ സിയോക്ക് ചവിട്ടി നീക്കാൻ തുടങ്ങി. ചവിട്ടി ലാസ്റ്റ് സോംബികളുടെ കൈവിട്ടു. അവർ ട്രെയിനിൽ നിന്ന് മാറി. അങ്ങനെ ട്രെയിൻ ബുസാനിലേക്ക് പോകാൻ തുടങ്ങി. ട്രെയിനിന്റെ സ്പീഡ് കൂടി വന്നു. അവർക്ക് ആശ്വാസമായി. സിയോക്ക് നേരെ കൺട്രോൾ റൂമിലേക്കും പോയി. ആ സമയമാണ് സിയോക്ക് ഞെട്ടിയത്. നേരത്തെ കടികൊണ്ട കെയിൽ അതിനകത്തുണ്ടായിരുന്നു. അയാൾ സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളെല്ലാം വെള്ളക്കളറായി. പക്ഷേ അയാൾ മുഴുവനായി സോംബിയായി മാറിയിട്ടില്ലായിരുന്നു. സിയോക്കിനും കൂടെയുള്ളവർക്ക് നന്നായി പേടിയായി. കെയിൽ പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എന്നെ നിങ്ങൾ ബുസാനിലേക്ക് കൊണ്ടുപോകണം, എനിക്ക് അവിടെ വീട്ടുകാരുണ്ട്, എനിക്ക് അവരെ കാണണം. സിയോക്ക് പറയും, പറ്റില്ല, നിങ്ങളെ സോംബികൾ കടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ സോംബി വൈറസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാനായി പറ്റത്തില്ല. എന്നെ സോംബികൾ കടിച്ചിട്ടില്ല, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞ അയാൾ നേരെ സിയോക്കിന്റെ പുറത്തേക്ക് ചാടിക്കയറും. സിയോക്കിനെ കടിക്കാനായി ശ്രമിക്കും. സിയോക്കും കെയിലും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടാവും. സിയോക്ക് കടി കൊള്ളാതിരിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട സാന്റെ വൈഫ് സിയോക്കിനെ രക്ഷിക്കാൻ കെയിലിനെ സാന്റെ പുറത്ത് നിന്ന് പിടിച്ചു മാറ്റും. ഇത് കണ്ട കെയിൽ സാന്റെ വൈഫിനെ കടിക്കാനായി മുന്നോട്ട് വരും. അയാൾ കടിക്കാനായി മുന്നോട്ട് ആഞ്ഞ സമയത്ത് സാന്റെ ഭാര്യയെ കടിക്കാതിരിക്കാനായി സിയോക്ക് തന്റെ കൈ കെയിലിന്റെ വായിൽ വെച്ച് കൊടുക്കും. കെയിൽ സിയോക്കിനെ കടിക്കും. സിയോക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങലയിൽ പിടിച്ച് നേരെ താഴോട്ട് വീഴാൻ ശ്രമിക്കും. ആ സമയം കെയിൽ താഴെ വീഴും. ആ ചങ്ങലയിൽ പിടിച്ച് സിയോക്ക് മേളിൽ കയറി വരും. തനിക്ക് കടി കിട്ടിയതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് സിയോക്കിന് നന്നായി അറിയാമായിരുന്നു. സിയോക്ക് ഉടൻ തന്നെ സാന്റെ ഭാര്യയെയും സുവാനെയും വിളിച്ച് കൺട്രോൾ റൂമിൽ കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് ബുസാനിലേക്ക് പോവേണ്ടതെന്നും ട്രെയിനിന്റെ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളെല്ലാം സാനിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു. സിയോക്ക് സുവാനോട് പറഞ്ഞു, മോൾ കരയരുത്, എന്ത് സംഭവിച്ചാലും മോൾ ഈ ചേച്ചിയെ വിട്ട് എങ്ങും പോവരുത്, മോളുടെ അമ്മയുടെ അടുത്ത് ഈ ചേച്ചി കൊണ്ടെത്തിക്കും. സുവാന കരയാൻ തുടങ്ങി. അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? അച്ഛനല്ലേ പറഞ്ഞ് എന്നെ വിട്ട് ഒരിടത്തും പോകില്ലെന്ന്. അച്ഛൻ ഒരിടത്തും പോണ്ട, അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം, നമുക്ക് ഒരുമിച്ച് ബുസാനിലേക്ക് പോവാം, അച്ഛനും ഞങ്ങളുടെ കൂടെ വരണം. സിയോക്ക് പറയും, എനിക്ക് മോളുടെ ഒപ്പം വരാൻ പറ്റില്ല. സുവാൻ കരയാൻ തുടങ്ങും. എനിക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ല, എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്, അച്ഛൻ ഞങ്ങളോടൊപ്പം വരണം. ഇത് കേട്ട സിയോക്ക് പൊട്ടിക്കരയാൻ തുടങ്ങും. അയാൾക്ക് നന്നായിട്ട് അറിയാം അയാൾ കുറച്ച് സമയം കഴിഞ്ഞാൽ സോംബിയായി മാറും. ഇപ്പോൾ അയാൾക്ക് മോളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെ വിട്ട് പോയേ പറ്റൂ. സുവാൻ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു. അയാൾ വളരെ വിഷമത്തോടുകൂടി സുവാന്റെ കയ്യെ വിടിവിച്ചു. അയാൾ പുറത്തേക്ക് ഓടി കൺട്രോൾ റൂമിന്റെ വാതിലടച്ചു. തന്റെ മോളെ പിരിയുന്നത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അയാൾ കരയാൻ തുടങ്ങി. തന്റെ മോളെ സുരക്ഷിതമാക്കാൻ വേണ്ടി അയാൾ എന്തും ചെയ്യും. തന്റെ ജീവൻ കളയാൻ പോലും അയാൾ തയ്യാറായിരുന്നു. താൻ സോംബിയായി മാറുന്നത് മോൾ കാണാതിരിക്കാൻ അയാൾ ട്രെയിനിന്റെ ബാക്കിൽ പോയി നിന്നു. ആ സമയം അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുവാനെ സാന്റെ വൈഫ് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു. മോളെ ഒറ്റയ്ക്കാക്കി പോകുന്നത് കാരണം സിയോക്കിന് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അയാൾ നന്നായി കരയുന്നുണ്ടായിരുന്നു. പതുക്കെ അയാളുടെ മുഖവും കണ്ണുകളും മാറാൻ തുടങ്ങി. അയാളുടെ ഓരോ ഹൃദയമിടിപ്പിലും അയാൾ തന്റെ മകളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ മകളെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഓർമ്മകൾ അയാളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു. സുവാൻ ജനിച്ച സമയത്ത് സുവാനെ കയ്യിലെടുത്തതായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷമായിട്ടുള്ള നിമിഷം. ആ സമയത്ത് സിയോക്ക് ശരിക്കും പുഞ്ചിരിക്കാൻ തുടങ്ങി. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ കാണാൻ പറ്റുന്നത് കൊണ്ടായിരുന്നു അയാൾ ചിരിക്കുന്നത്. മുഴുവനായി സോംബി ആവുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ സിയോക്ക് തീരുമാനിക്കുകയാണ്. തൻ്റെ മോൾ സേഫായി ഇരുന്നാൽ മാത്രം മതി, അത് എവിടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും. ഇതുമാത്രമാണ് സിയോക്കിൻ്റെ ആഗ്രഹം. ഇപ്പോൾ മോൾ സേഫായിരിക്കാൻ വേണ്ടി താൻ ഈ ട്രെയിനിൽ ഉണ്ടാവാൻ പാടില്ല. സിയോക്ക് മനഃപൂർവ്വം ട്രെയിനിൽ നിന്ന് പുറത്ത് ചാടി. ഇതൊന്നും അറിയാതെ സുവാൻ അലറി കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവൾ കരുതിയിരുന്നത് അവളുടെ അച്ഛന് അവളോട് സ്നേഹമില്ലായിരിക്കുമെന്നായിരുന്നു. പക്ഷെ എല്ലാത്തിനും ഒടുവിൽ അവൾ തിരിച്ചറിഞ്ഞു, ഈ ലോകത്ത് അവളുടെ അച്ഛനായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന്. അച്ഛൻ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തതെന്ന് തനിക്ക് വേണ്ടിയാണെന്ന് സുവാന് മനസ്സിലായി. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. സാനിന്റെ ഭാര്യ സാനിനെ ഓർത്തും സുവാൻ അവളുടെ അച്ഛനെ ഓർത്തും വിഷമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ബുസാൻ സ്റ്റേഷനിലെത്തി. അവർ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഒരു ടണൽ കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ബുസാനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. സാനിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവർക്ക് വയറിൽ വേദന വരാൻ തുടങ്ങി. അവർ രണ്ടുപേരും കൂടെ പതുക്കെ ടണലിന്റെ ഉള്ളിൽ കയറി. അതിന്റെ മറു സൈഡിൽ 2 പട്ടാളക്കാർ തോക്കും പിടിച്ചിരിക്കുകയായിരുന്നു. ബുസാനിൽ തൽക്കാലം സോംബികളൊന്നുമില്ലായിരുന്നു. പക്ഷെ ഏതെങ്കിലും സോംബികൾ വരികയാണെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലാനായിരുന്നു പട്ടാളക്കാർ അവിടെ ഇരുന്നത്. ഇവർ രണ്ടുപേരും വരുന്നത് കണ്ട് അവർക്ക് സംശയമായി, ഇത് മനുഷ്യരാണോ സോംബികളാണോ എന്ന്. അവർക്ക് മനസ്സിലാവാഞ്ഞതുകൊണ്ട് അവർ മേലുദ്യോഗസ്ഥരെ വിളിച്ചു ചോദിക്കുന്നു. അവർ ഇവരെ കൊല്ലാൻ പറയുന്നു. പട്ടാളക്കാർ ഇവരെ കൊല്ലാനായി തോക്കു ചൂണ്ടുന്നു. ആ സമയമാണ് ഒരു പാട്ട് കേൾക്കുന്നത്. കരഞ്ഞുകൊണ്ട് സുവാനായിരുന്നു ആ പാട്ടും പാടി മുന്നോട്ട് വന്നത്. തൻ്റെ അച്ഛന് വേണ്ടി പഠിച്ചു വെച്ചിരുന്ന ഒരു പാട്ടായിരുന്നു അത്.
പാട്ട് കേട്ട് പട്ടാളക്കാർക്ക് മനസ്സിലായി അത് സോംബികളല്ല മനുഷ്യരാണെന്ന്. അതുകൊണ്ട് അവർ വെടിവെക്കുന്നതിന് പകരം അവരെ രണ്ടുപേരെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. അച്ഛനെ നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുഹാനയാണ് നമുക്ക് അവസാനമായി കാണാൻ പറ്റുന്നത്. തന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ ആ പാട്ട് അവൾ ഉറക്കെ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് ഈ മനോഹരമായ സിനിമ അവസാനിക്കുന്നത്. ഇതൊരു ഹാപ്പി എൻഡിങ് തരുന്ന സിനിമയല്ല, പക്ഷേ ഇതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും.